SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും 11ാം ശമ്പള പരിഷ്കരണം പ്രകാരമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 1ഉം 2ഉം ഗഡുക്കൾ 25% വീതം സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യുന്ന വിധമാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള 20 മാസത്തെ കുടിശ്ശിക 4 ഗഡുക്കളായിട്ടാണ് ലഭിക്കുന്നത്. നിലവിലിപ്പോൾ 2 ഗഡുക്കളാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 1ാം ഗഡു എൻക്യാഷ് ചെയ്തതിന് ശേഷമാണ് 2ാം ഗഡു എൻക്യാഷ് ചെയ്യാനായിട്ടുള്ള നടപടിയിലേക്ക് പ്രവേശിക്കേണ്ടത്. സർവീസിൽ ഉള്ള PF സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് പേ റിവിഷൻ അരിയർ PFലേക്ക് ലയിപ്പിക്കും. സർവീസിലുള്ള PF സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവർക്കും സർവീസിൽ നിന്ന് വിരമിച്ച് റിട്ടയർ ചെയ്തവർക്കും ഈ കുടിശ്ശിക ക്യാഷായിട്ട് ലഭിക്കുന്നതാണ്. ഈ കൂട്ടരുടെ ബില്ലുകൾ സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. സർവീസിൽ നിന്നും വിരമിച്ചവരുടെ പേ റിവിഷൻ അരിയർ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് സ്പാർക്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനായി സ്പാർക്കിൽ സാലറി മാറ്റേഴ്സ്, പ്രോസസ്സിംഗ്, ആ പ്രോസസ്സിങ്ങിലെ അരിയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ അരിയറിലെ സാലറി അരിയർ റിട്ടയർഡ് എംപ്ലോയീസ്, അതിൻ്റെ വലതുവശത്ത് സബ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. എഡിറ്റ് പ്രസൻറ്റ് സാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസ് ഫോർ സാലറി അരിയർ റിട്ടയർഡ് എംപ്ലോയീസ് എന്നുള്ള ഫയൽ കാണാം. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓഫീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പെൻ നമ്പർ, ബിൽ ടൈപ്പ്, ബേസിക് പേ, ലാസ്റ്റ് ചേഞ്ച്, നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഡേറ്റ്, ക്രെഡിറ്റ് ടു ബാങ്ക് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അതിനുശേഷം കൺഫേം ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അപ്ഡേഷൻ പൂർത്തിയാകുന്നതാണ്. പേ റിവിഷൻ അരിയർ സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യുന്ന വിധം നമുക്കൊന്ന് മനസ്സിലാക്കാം. സാലറി മാറ്റേഴ്സിൽ ഏറ്റവും ലാസ്റ്റായിട്ട് 11th പേ റിവിഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയാൽ അതിൻ്റെ സബ് ഓപ്ഷനായിട്ട് പേ റിവിഷൻ അരിയർ വീണ്ടും ഒരു 5 സബ് ഓപ്ഷൻസ് നമ്മളുടെ മുമ്പിൽ കാണാൻ സാധിക്കും. 1 പേ റിവിഷൻ അരിയർ പ്രോസസ്സിങ്, 2 പേ റിവിഷൻ അരിയർ പ്രോസസ്സിങ് റിട്ടയർഡ് എംപ്ലോയീസ്, 3 പേ റിവിഷൻ അരിയർ പ്രോസസ്സിങ് റീ എംപ്ലോയിഡ്, 4 പേ റിവിഷൻ അരിയർ പ്രോസസ്സിങ് ഡിസീസ്ഡ്. ഈ പ്രോസസ്സിങ്ങിനെല്ലാം ശേഷം ബില്ലെടുക്കേണ്ടതാണ്. തുടർന്നുള്ള ഓപ്ഷൻ കാണുന്നത് പേ റിവിഷൻ അരിയർ ബില്ല്. ഈ 4 കൂട്ടരുടെയും പ്രോസസ്സിങ്ങിന് ശേഷം പേ റിവിഷൻ അരിയർ ബില്ലിലേക്കാണ് വരേണ്ടത്. ലാസ്റ്റ് ഈ പ്രോസസ്സ് ചെയ്ത ബില്ലുകൾ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണം. നമ്മൾ പ്രോസസ്സ് ചെയ്തതിൻ്റെ നടപടിക്രമത്തിലോ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ലാസ്റ്റത്തെ ഓപ്ഷനായ ക്യാൻസൽ പ്രോസസ്ഡ് പേ റിവിഷൻ അരിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ 2ാമത്തെ ഇനമായ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ പേ റിവിഷൻ അരിയറാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലെ 2ാമത്തെ ഇനമായ പേ റിവിഷൻ അരിയർ പ്രോസസ്സിംഗ് റിട്ടയർഡ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്പാർക്കിൽ നമുക്ക് കാണാം പേ റിവിഷൻ അരിയർ പ്രോസസ്സിംഗ് റിട്ടയർഡ് എംപ്ലോയീസ്. ഓൾറെഡി പ്രോസസ്സിംഗ് പീരീഡ് വന്നിട്ടുണ്ട്. പേ റിവിഷൻ അരിയറിൻ്റെ പീരീഡ് 7/2019 to 2/2021 വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓഫീസ് സെലക്ട് ചെയ്യുക. DDO കോഡ് നൽകുക. ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സ്ഥാപനത്തിലെ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് വരുന്നതാണ്. ആ ലിസ്റ്റ് പ്രകാരം ആ ലിസ്റ്റ് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ പേ റിവിഷൻ അരിയർ പ്രോസസ്സ് ചെയ്യപ്പെടും. ബില്ല് പ്രോസസ്സ് ചെയ്തതിന് ശേഷം പേ റിവിഷൻ അരിയർ ബിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത ബില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പ്രോസസ്സ് ചെയ്ത ബില്ലിലേക്ക് ചെല്ലുമ്പോൾ ഇന്നർ ബില്ലിൻ്റെ ആണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ഡ്രാഫ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാട്ടർമാർക്ക് ഓവറോളായിട്ട് അടിച്ചുള്ളൊരു ബില്ലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിന് ശേഷമുള്ള മറ്റ് ഷെഡ്യൂളുകളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല.
ഈ ബില്ലെല്ലാം എടുത്തതിന് ശേഷം മേക്ക് ബിൽ എന്നുള്ള പ്രോസസ്സിന് ശേഷം മാത്രമേ മറ്റുള്ള ബില്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ബില്ലിൽ തന്നെയാണെങ്കിലും ഈ ഡ്രാഫ്റ്റ് ബില്ലിൽ ജീവനക്കാരുടെ 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള ആകെ കുടിശ്ശികയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 25%, അതായത് 1-ാം ഗഡു മാത്രമാണ് 1-ാം ഘട്ടത്തിൽ ലഭിക്കുക. ഇത് ഡ്രാഫ്റ്റ് ബില്ലെന്നുള്ളത് മാറണമെങ്കിൽ മേക്ക് ബില്ലിന് ശേഷം ഈ ബില്ലും യഥാർത്ഥ ബില്ലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കേണ്ടതാണ്. മേക്ക് ബിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇന്നർ ബിൽ അപ്ഡേറ്റഡ് ആസ് ഫൈനൽ ഫോർമാറ്റ്, അതായത് ഇന്നർ ബില്ലും ഔട്ടർ ബില്ലും ബാക്കിയുള്ള ഷെഡ്യൂൾസും പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇന്നർ ബില്ലിൽ ആവശ്യമായ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തി പേ റിവിഷൻ അരിയർ ബില്ല് 1-ാം ഗഡുവിൻ്റെ ബില്ല് ട്രഷറിയിൽ സമർപ്പിക്കുക. മേക്ക് ബില്ലിന് ശേഷം സാധാരണയായി ബില്ലുകൾ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ സബ്മിഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. മറ്റൊരു പ്രത്യേകത, ജനറേറ്റ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് പേ റിവിഷൻ അരിയർ ബിൽ only after confirming the encashment details of the first pay revision arrear bill. 2-ാം ഗഡു പേ റിവിഷൻ അരിയർ ബില്ല് ലഭിക്കുക 1-ാം ഗഡു പേ റിവിഷൻ അരിയറിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ എൻകാഷ്മെൻറ്റിന് ശേഷം മാത്രമാണ്. 1-ാം ഗഡു ഇന്നർ ബില്ലും 2-ാം ഗഡു ഇന്നർ ബില്ലും ഒരേ ബില്ലായിരിക്കും. ഔട്ടർ ബില്ലിൽ മാത്രമായിരിക്കും ചേഞ്ച് വരിക. മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഫോർ ജനറേറ്റിംഗ് ദ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ബില്ല് നോ നീഡ് ടു പ്രോസസ് ദ ബിൽ അഗെയിൻ. 2-ാം ഗഡു പേ റിവിഷൻ അരിയർ ബില്ല് ക്ലെയിം ചെയ്യാൻ വീണ്ടും പേ റിവിഷൻ അരിയർ ബില്ല് പ്രോസസ്സ് ചെയ്യേണ്ട. ബില്ലിൻ്റെ ബാക്കി നടപടിക്രമങ്ങളായ മേക്ക് ബില്ല്, സബ്മിഷൻ എന്നീ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ 2-ാം ഗഡു പേ റിവിഷൻ അരിയർ ക്ലെയിം ചെയ്യാനായിട്ടുള്ള പൂർത്തീകരണവും എത്തിച്ചേരുന്നതാണ്. ബിൽ നേച്ചർ ഓൾവേസ് പേ റിവിഷൻ അരിയർ 2019. താങ്ക് യു.